വെള്ളിക്കുളങ്ങര ശാസ്താംപൂവും ആദിവാസി കോളനിയിൽ നിന്ന് കാണാതായ കുട്ടികളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. അരുൺകുമാർ, സജിക്കുട്ടൻ എന്നിവരാണ് മരിച്ചത്. കോളനിക്ക് സമീപത്തെ വന അതിർത്തിയിൽ നിന്നാണ് കുട്ടികളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. തൃശൂരിൽ അങ്കത്തട്ടുണർത്തി UDF സ്ഥാനാർത്ഥി കെ മുരളീധരനും മണ്ഡലത്തിൽ. ജന്മനാട്ടിലെത്തിയ മുരളീധരന് ആവേശോജ്വല സ്വീകരണം നൽകി പ്രവർത്തകർ. ശിവരാത്രിയോടനുബന്ധിച്ച് നടന്ന പിതൃതർപ്പണത്തിന് ജില്ലയിലെ വിവിധ സ്നാനഘട്ടങ്ങളിൽ വൻ തിരക്ക്. ആറാട്ടുപുഴ മന്ദാരംകടവിൽ നടന്ന പിതൃതർപ്പണത്തിന് ആയിരങ്ങളെത്തി. സംസ്ഥാനത്ത് തുടർച്ചയായ 5ാം ദിവസം സ്വർണ്ണവില ഉയർന്നു. ഗ്രാമിന് 50 രൂപ കൂടി 6075 രൂപയായി. മാള അറപ്പാക്കുളം ശോചനീയാവസ്ഥയിൽ. കുളത്തിന്റെ ആഴം വർദ്ധിപ്പിച്ച് സംരക്ഷിക്കണമെന്ന് നാട്ടുകാർ. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. വെള്ളിക്കുളങ്ങര ശാസ്താംപൂവം കാടാർ കോളനിയിൽ നിന്ന് കാണാതായ 2 കുട്ടികളുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തി. കാടാർ വീട്ടിൽ പരേതനായ സുബ്രന്റെ മകൻ 16 വയസ്സുള്ള സജിക്കുട്ടൻ, പരേതനായ രാജന്റെ മകൻ 8 വയസ്സുള്ള അരുൺ എന്നിവരുടെ മൃതദേഹങ്ങളാണ് ഇന്ന് ഉച്ചയോടെ കോളനിയുടെ സമീപത്തെ വന അതിർത്തിയിൽ നിന്ന് കണ്ടെത്തിയത്. കുട്ടികളെ കണ്ടെത്താനായി വനംവകുപ്പും പോലീസും അഗ്നിരക്ഷാസേനയും സാമൂഹ്യ പ്രവർത്തകരും ചേർന്ന് നടത്തിയ തെരച്ചിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്താനായത്. കുട്ടികളുടെ മരണകാരണം സംബന്ധിച്ച് ഇതുവരെ വ്യക്തതയില്ല. കഴിഞ്ഞ ശനിയാഴ്ച മുതലാണ് ഇരുവരെയും കാണാതായത്. മരിച്ച അരുൺ വെള്ളിക്കുളങ്ങര ഗവൺമെന്റ് UP സ്കൂൾ വിദ്യാർത്ഥിയാണ്. മൃതദേഹങ്ങൾ കണ്ടെത്തിയ കോളനി പരിസരത്തേക്ക് മാധ്യമപ്രവർത്തകരെയോ പൊതുജനങ്ങളെയോ പ്രവേശിപ്പിച്ചിട്ടില്ല. റൂറൽ SP നവനീത് ശർമ്മ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ കോളനിയിൽ എത്തിയിട്ടുണ്ട്. തൃശൂരിൽ അങ്കത്തട്ടുണർത്തി UDF സ്ഥാനാർത്ഥി കെ മുരളീധരനും മണ്ഡലത്തിൽ. ജന്മനാട്ടിലെത്തിയ മുരളീധരന് ആവേശോജ്വല സ്വീകരണം നൽകി പ്രവർത്തകർ. പത്മജിയുടെ BJP പ്രവേശനത്തിലൂടെ പ്രതിരോധത്തിലായ കോൺഗ്രസിന് തൃശൂർ നിലനിർത്തേണ്ടത് അനിവാര്യമായിരുന്നു. ഇതോടെയാണ് ഒട്ടേറെ ട്വിസ്റ്റുകൾക്ക് ശേഷം സർപ്രൈസ് നൽകി മണ്ഡലത്തിൽ പ്രചരണം ആരംഭിച്ച സിറ്റിംഗ് MP TN പ്രതാപനെ മാറ്റി വടകര MP-യായ മുരളീധരനെ പാർട്ടി തൃശൂരിലെത്തിച്ചത്. ആദ്യഘട്ടത്തിൽ മണ്ഡലം മാറുന്നതിൽ താൽപര്യമില്ലായ്മ പ്രകടിപ്പിച്ചെങ്കിലും പാർട്ടിയുടെ നിർദ്ദേശം അംഗീകരിച്ച് മുരളീധരൻ ജന്മനാട്ടിലേക്ക് വണ്ടി കയറുകയായിരുന്നു. ഇതോടെ പ്രവർത്തകരും നേതാക്കളും ഒരുപോലെ ആവേശത്തിലായി. ഉച്ചയോടെ തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയ മുരളീധരന് വീരോചിത സ്വീകരണമാണ് നേതാക്കളും പ്രവർത്തകരും ചേർന്ന് നൽകിയത്. സ്റ്റേഷൻ പരിസരമാകെ തിങ്ങി നിറഞ്ഞ പ്രവർത്തകർക്കിടയിലൂടെ ഏറെ പണിപ്പെട്ടാണ് തുറന്ന ജീപ്പിലേക്ക് മുരളിയെ നേതാക്കൾ എത്തിച്ചത്. സ്വീകരണത്തിന് നേതൃത്വം നൽകിയ TN പ്രതാപൻ MP ചുംബിച്ചും ആശ്ലേഷിച്ചുമാണ് മുരളീധരനെ സ്വീകരിച്ചത്. തുടർന്ന് നാസിക് ഡോളിന്റെ അകമ്പടിയിൽ നിരവധി പ്രവർത്തകർ അണിനിരന്ന റോഡ് ഷോയും നടന്നു. സ്വരാജ് റൗണ്ടിലൂടെ പൂങ്കുന്നത്തെ മുരളി മന്ദിരത്തിലെത്തി പിതാവ് K കരുണാകരന്റെയും അമ്മ കല്യാണിക്കുട്ടിയമ്മയുടെയും സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചനയും നടത്തി. തൃശൂരിൽ ഉണ്ടാകാൻ പോകുന്നത് വ്യക്തിപരമായ തന്റെ വിജയമല്ലെന്നും മറിച്ച് മതേതര വിജയമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. എന്നും മതേതരത്വം ഞങ്ങളെ പഠിപ്പിച്ച ഞങ്ങളെ പിതാവ് ഇന്ന് അദ്ദേഹത്തിന്റെ ആ ദൗത്യം ഏറ്റെടുക്കേണ്ടി വന്നിരിക്കാം. വർഗീയതയ്ക്കെതിരെ സന്ധിയില്ലാതെ പോരാടി അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ആശയമായിട്ടാണ് തൃശ്ശൂരിൽ മത്സരിക്കാൻ വരുന്നത്. ഇവിടെ കെ മുരളീധരൻ എന്ന വ്യക്തിയുടെ വിജയമോ പരാജയമോ ഇല്ല. മതേതരത്തിന് വേണ്ടിയിട്ടുള്ള യുദ്ധത്തിന്റെ വിജയമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിലെ UDFന്റെ വിജയം എന്ന് പറയും. അതിൽ ഞങ്ങൾക്ക് എന്നും വഴികാട്ടിയായ ലീഡർ K കരുണാകരന്റെ എല്ലാ കാലത്തും അദ്ദേഹത്തിന് താങ്ങായി നിന്ന എന്റെ മാതാവിന്റെ രണ്ടുപേരുടെയും ഈ സന്നിധിയിൽ നിന്ന് ഒരു മതേതര ഗവൺമെന്റിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം ആരംഭിക്കുക. പ്രതാപന് പുറമെ DCC പ്രസിഡന്റ് ജോസ് പള്ളൂർ, UDF ജില്ലാ ചെയർമാൻ MP വിൻസെന്റ്, മുൻ MLA TV ചന്ദ്രമോഹൻ അടക്കമുള്ള നേതാക്കൾ സ്വീകരണത്തിന് നേതൃത്വം നൽകി. ഞായറാഴ്ച മുതൽ മുരളീധരന്റെ മണ്ഡല പ്രചരണ പരിപാടികൾക്ക് തുടക്കമാകും. TCV തൃശൂർ. ആറാട്ടുപുഴ മന്ദാരംകടവിൽ ശിവരാത്രി ആഘോഷ കമ്മിറ്റി ഒരുക്കിയ പിതൃതർപ്പണത്തിന് ആയിരങ്ങളെത്തി. പുലർച്ചെ മുതൽ ആരംഭിച്ച പിതൃതർപ്പണ ചടങ്ങുകൾക്ക് വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. ബലിതർപ്പണ കർമ്മത്തിന് സുരേഷ് മാപ്രാണവും സന്തോഷ് കുറ്റൂരും നേതൃത്വം നൽകി. ഒരേ സമയം 500ഓളം പേർക്ക് പിതൃതർപ്പണം ചെയ്യുന്നതിനുള്ള സൗകര്യവും കുളിക്കുന്നതിനുള്ള ഷവർ സൗകര്യവും വസ്ത്രം സൂക്ഷിക്കാനുള്ള സൗകര്യവും ലഘുഭക്ഷണവും ഒരുക്കിയിരുന്നു.
മഹാശിവരാത്രിയോടനുബന്ധിച്ച് ചാലക്കുടിയിലെ കൂടപ്പുഴ ആറാട്ടുകടവിൽ ആയിരക്കണക്കിന് ആളുകൾ ബലിതർപ്പണം നടത്തി. ഇന്ന് പുലർച്ചെ മുതൽ ആരംഭിച്ച ബലിയിടൽ കർമ്മങ്ങൾ രാവിലെ 11 വരെ നീണ്ടു. വിവിധ ക്ഷേത്രങ്ങളിലെ ശാന്തിമാർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. ബലിയിടലിന് ശേഷം സമീപത്തെ ശിവക്ഷേത്രത്തിലും ഭക്തജനങ്ങൾ ദർശനം നടത്തി. പുഴയിൽ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ചാലക്കുടി അഗ്നിശമന വിഭാഗത്തിന്റെ പ്രത്യേക മുൻകരുതലുകൾ ഉണ്ടായിരുന്നു. പോലീസും സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിരുന്നു. സ്വർണ്ണവില വീണ്ടും സർവകാല റെക്കോർഡിൽ. സംസ്ഥാനത്ത് തുടർച്ചയായി 5-ാം ദിവസവും സ്വർണ്ണവില ഉയർന്നു. ഗ്രാമിന് 50 രൂപ വർദ്ധിച്ച് 6075 രൂപയായി. പവന് 48,600 രൂപയാണ് ഇന്നത്തെ വില. മാള പഞ്ചായത്തിൽ 12-ാം വാർഡിലെ അറപ്പാക്കുളം ശോചനീയാവസ്ഥയിൽ. പ്രദേശത്തെ പ്രധാന കുടിവെള്ള സ്രോതസ്സായിരുന്ന ഈ കുളം കാർഷിക ആവശ്യത്തിനുള്ള വെള്ളത്തിന്റെ സംഭരണി കൂടിയായിരുന്നു. വർഷങ്ങളായി തരിച്ചു കിടക്കുന്ന പാടത്തിന് സമാനമായി പുല്ല് നിറഞ്ഞു കിടക്കുന്ന കുളം തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലാണ്. 40 സെന്റോളം വരുന്ന കുളത്തിനോട് ചേർന്ന് ജലസേചന പദ്ധതിക്ക് വേണ്ടിയുള്ള മോട്ടോർ ഷെഡ് സ്ഥാപിച്ചിട്ട് വർഷങ്ങളായി. കുളത്തിലേക്ക് വരുന്നതും വെള്ളം ഒഴുകിപ്പോകുന്നതിനുമുള്ള തോടിന്റെ വീതി 3-1 കുറഞ്ഞ് പല സ്ഥലത്തും കാണാൻ പോലുമില്ലാത്ത അവസ്ഥയിലാണ്. കരിക്കാട്ടുചാലിൽ നിന്ന് വെള്ളമെത്തിച്ച് ജലസേചന പദ്ധതി നടപ്പിലാക്കാനുള്ള ശ്രമം എങ്ങുമെത്തിയില്ല. കുളം ആഴം വർദ്ധിപ്പിച്ച് ശുചീകരണം നടത്തി വശങ്ങൾ കെട്ടി സംരക്ഷിച്ചാൽ പ്രദേശത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. എന്നാൽ ഈ പൊതുകുളം സംരക്ഷിക്കാൻ പദ്ധതികളൊന്നും ഉണ്ടായിട്ടില്ല. ഈ കുളത്തിൽ വെള്ളം സമൃദ്ധമായാൽ കുടിവെള്ളത്തിനും പാടശേഖരത്തിലെ കൃഷിക്കും പ്രയോജനപ്പെടും. ഏറ്റവും കൂടുതൽ കുടിവെള്ളക്ഷാമം നേരിടുന്ന ഒരു പ്രദേശമാണ് മാള ഗ്രാമപഞ്ചായത്ത് 12-ാം വാർഡ്. ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി മാള ഗ്രാമപഞ്ചായത്തിലെ അർപ്പാങ്കുളം നമ്മൾ നവീകരിക്കുന്നത് സംബന്ധിച്ച് ഒട്ടനവധി പ്രവർത്തനങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒന്നും ഫലപ്രാപ്തിയിൽ ആയിട്ടില്ല. പുല്ലും മൂടി കാട് പിടിച്ച് കുളം ഏതാ മറ്റേ ഭൂമി ഏതെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. അപ്പോൾ ഇവിടെ ഈ വെള്ളം നമ്മൾ സ്റ്റോർ ചെയ്ത് അതോടൊപ്പം തന്നെ സൈഡ് കെട്ടി കൊണ്ടുപോവുകയാണെങ്കിൽ ഈ ഇവിടുത്തെ കുടിവെള്ളത്തിന് ഒരു ചെറിയ രീതിയിലുള്ള പരിഹാരം നമുക്ക് കാണാൻ കഴിയും. കുളത്തിന് സമീപത്തെ പാടശേഖരത്തിന്റെ ഭാഗം മണ്ണിട്ട് നികത്തിയ നിലയിലാണ്. 12-ാം വാർഡിലെ അറപ്പാക്കുളം, റോക്കിക്കുളം, മുത്തിക്കുളം എന്നിവയാണ് സംരക്ഷണമില്ലാതെ കിടക്കുന്നത്. കുളങ്ങൾ അളന്ന് തിട്ടപ്പെടുത്തി അതിർത്തി നിശ്ചയിച്ച് ആഴം വർദ്ധിപ്പിച്ച് കെട്ടി സംരക്ഷിക്കണമെന്ന ആവശ്യം വർഷങ്ങളായി ഉന്നയിച്ചിട്ടും നടപടിയുണ്ടായിട്ടില്ല. കുട്ടികൾക്ക് നീന്തൽ പരിശീലിക്കാനും കുളങ്ങൾ നവീകരിക്കുന്നതിലൂടെ കഴിയും. പഞ്ചായത്തിലെ കുരുവിലശ്ശേരി 11, 12, 13 വാർഡുകളിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനും കൃഷിക്കും വേണ്ടിയുള്ള 5 കോടി രൂപയുടെ ജലസേചന പദ്ധതി ഏറെ നാളായി പ്രാരംഭ നടപടികളിൽ തന്നെയാണ്. ചാലക്കുടി പുഴയും കരിക്കാട്ടുചാലുമായി ബന്ധപ്പെടുത്തിയുള്ള പദ്ധതി ചെറുകിട ജലസേചന വകുപ്പിന്റെ ഫയലിലാണ്. TCV മാള. ചേലക്കോട്ടുകരയിൽ കാറുകളും ബൈക്കും അപകടത്തിൽപ്പെട്ട് ഒരു കാർ നിയന്ത്രണം വിട്ട് തലകീഴായി മറിഞ്ഞു. തൃശൂരിൽ നിന്നും കുട്ടനെല്ലൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന കാറിന് പുറകിൽ മറ്റൊരു കാർ ഇടിച്ചായിരുന്നു അപകടം. ഇടിച്ച കാർ തലകീഴായി മറിയുകയും മറ്റൊരു കാറിലും ബൈക്കിലും ഇടിച്ച ശേഷമാണ് നിന്നത്. അപകടത്തിൽ ബൈക്ക് യാത്രികന് നിസ്സാര പരിക്കേറ്റു. അതിരപ്പള്ളി തുമ്പൂർമുടിയിൽ ജീപ്പ് ഇടിച്ച് 2 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. ഒരാളുടെ നില ഗുരുതരം. വെറ്റിലപ്പാറ കാളിയങ്കര വീട്ടിൽ സലീം തോമസിന്റെ മക്കളായ അമർജിത്ത്, ഏഡൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരിൽ തലയ്ക്ക് പരിക്കേറ്റ ഏഡന്റെ നില ഗുരുതരമാണ്. കുട്ടിയെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അരൂർമുഴി വൈശ്ശേരി വഴിയിൽ വെള്ളിയാഴ്ച രാത്രിയായിരുന്നു അപകടം. പള്ളിയിലെ പരിപാടിയിൽ പങ്കെടുത്തതിന് ശേഷം വിദ്യാർത്ഥികൾ വീട്ടിലേക്ക് പോകുമ്പോഴാണ് പിന്നിൽ നിന്നും പാഞ്ഞുവന്ന ജീപ്പ് ഇരുവരെയും ഇടിച്ചു വീഴ്ത്തിയത്. വാഹനം ഓടിച്ചിരുന്ന മുൻ പഞ്ചായത്ത് അംഗവും കോൺഗ്രസ് നേതാവുമായ ജോമോൻ കാവുങ്കലിനെ അതിരപ്പള്ളി പോലീസ് കസ്റ്റഡിയിലെടുത്തു. പഴഞ്ഞി പെങ്ങാമുക്കിൽ നിയന്ത്രണം വിട്ട സ്കൂട്ടർ കാനയിലേക്ക് മറിഞ്ഞ അപകടത്തിൽ സ്കൂട്ടർ യാത്രികനായ പോർക്കുളം സ്വദേശി ആദിത്യന് പരിക്കേറ്റു. കരിച്ചാൽക്കടവ് ഭാഗത്തു നിന്നും പെങ്ങാമുക്ക് ഭാഗത്തേക്ക് വരികയായിരുന്ന സ്കൂട്ടർ നിയന്ത്രണം വിട്ട സമീപത്തെ കാനയിലേക്ക് മറിയുകയായിരുന്നു. പരിക്കേറ്റ യുവാവിനെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വടക്കാഞ്ചേരി അകമലയിൽ ട്രാവലറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ഓട്ടോ ഡ്രൈവർക്ക് പരിക്കേറ്റു. പരിക്കേറ്റ ഓട്ടോ ഡ്രൈവർ ചെറുതുരുത്തി ചാഴൂരി വീട്ടിൽ കൃഷ്ണകുമാറിനെ ആക്സ് പ്രവർത്തകർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ ജില്ലാ സമ്മേളനം തൃശൂർ മിഷൻ ക്വാർട്ടേഴ്സിൽ റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. KBTA ജില്ലാ പ്രസിഡന്റ് NN കൃഷ്ണ കിഷോർ അധ്യക്ഷത വഹിച്ചു. സേവ്യർ ചിറ്റിലപ്പള്ളി MLA മുഖ്യാതിഥിയായി. KBTA കുന്നംകുളം ഏരിയ കമ്മിറ്റി രക്ഷാധികാരി M ബാലാജി, KBTA സംസ്ഥാന പ്രസിഡന്റ് ജോൺസൺ പടവാടൻ, സംസ്ഥാന സെക്രട്ടറി M ഗോകുൽദാസ്, ജില്ലാ സെക്രട്ടറി VV മുജീബ് റഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. ധനന്തരി ബസ് ഉടമ ശ്രീ KV സുരേഷ് കുമാർ ഒപ്പം നിന്നിട്ടുള്ള എല്ലാ രീതിയിലുള്ള പോലും നഷ്ടപ്പെട്ടില്ല എന്ന് ഇടയ്ക്ക് ബോധ്യപ്പെടുത്തുന്ന ശ്രീ തന്നെ ഒരു ട്രഷർ ഏത് രീതിയിലൊക്കെ പ്രവർത്തിപ്പിക്കണം, പ്രവർത്തന സജ്ജമാക്കണം, ഒരു സംഘടനയൊക്കെ നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതാണ്. ആറാട്ട്
ആറാട്ടുപുഴ പൂരത്തിന് പൂരപ്പാടം ഒരുങ്ങിത്തുടങ്ങി. തേവർ റോഡിന്റെ ഇരുവശത്തുമുള്ള 30 ഏക്കറിലധികം വിസ്തൃതിയിലുള്ള പൂരപ്പാടം ട്രാക്ടർ ഉപയോഗിച്ച് ഉഴുതുമറിക്കുന്ന ജോലികളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കാലം തെറ്റിവരുന്ന വേനൽ മഴയിലും പൂരപ്പാടത്ത് വെള്ളക്കെട്ട് ഉണ്ടാകാതിരിക്കാനാണ് ഭൂമി ഉഴുതുമറിക്കുന്നത്. പൂരത്തിന്റെ പ്രധാന ആകർഷണവും ഭക്തി നിർഭരവുമായ കൂട്ടിയെഴുന്നള്ളിപ്പിന് നടക്കുന്നത് ഈ പാടത്താണ്. ദേവീദേവന്മാരുടെ എഴുന്നള്ളിപ്പുകൾ നടക്കുന്നതും അടുത്ത വർഷത്തെ പൂരം തീയതി വിളംബരം ചെയ്യുന്നതും തുടർന്ന് ദേവീദേവന്മാർ ആറാട്ടുപുഴ ശാസ്താവിനോട് ഉപചാരം ചൊല്ലുന്നതും ഇവിടെ വെച്ചാണ്. ആറാട്ടുപുഴ ക്ഷേത്രോപദേശക സമിതിയുടെ നേതൃത്വത്തിലാണ് പൂരപ്പാടം സജ്ജമാക്കുന്നത്. പൂരം കൊടിയേറ്റം ഈ മാസം 17-നും, തിരുവാതിര വിളക്ക് 19-ന് വെളുപ്പിനും, പെരുവനം പൂരം 20-നും, ആറാട്ടുപുഴ തറയ്ക്കൽ പൂരം 22-നും, ആറാട്ടുപുഴ പൂരം ഈ മാസം 23-നുമാണ് നടക്കുക. ഉത്രാളിക്കാവ് പൂരത്തിന്റെ സമാപന ചടങ്ങുകളുടെ ഭാഗമായി കുമരനെല്ലൂർ ദേശത്തിന്റെ നിറമാലയും ചുറ്റുവിളക്കും ക്ഷേത്രത്തിൽ നടന്നു. ക്ഷേത്രം കോമരം പള്ളിയത്ത് മാധവൻ നായർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രത്തിൽ പാഞ്ഞാൽ സനീഷിന്റെ നേതൃത്വത്തിൽ മേളം, തായമ്പക എന്നിവ നടന്നു. ഉത്രാളിക്കാവ് പൂരം കുമരനെല്ലൂർ ദേശം പ്രസിഡന്റ് കെ സതീഷ് കുമാർ, സെക്രട്ടറി PA വിപിൻ, വർക്കിംഗ് പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കാട്ടൂർ മുനയം പ്രദേശത്ത് ഇടതുപക്ഷ പ്രവർത്തകർ സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡും പോസ്റ്ററുകളും നശിപ്പിച്ചതായി പരാതി. തൃശൂർ മണ്ഡലം ഇടതുപക്ഷ സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന്റെ പ്രചരണ ബോർഡുകളും പോസ്റ്ററുകളുമാണ് വ്യാപകമായി നശിപ്പിച്ചത്. പ്രചരണ ബോർഡുകൾ നശിപ്പിച്ചവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് LDF കാട്ടൂർ മേഖലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. മാള ശ്രീനാരായണ ഗുരുധർമ്മ ട്രസ്റ്റ് സംഘടിപ്പിച്ച സർവമത സമ്മേളനത്തിന്റെ 100ാം വാർഷികാഘോഷവും ജാതി സെൻസസിന്റെ ആവശ്യകതയും സെമിനാറും MV ശ്രേയാംസ് കുമാർ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ തൊഴിൽ മേഖലയിൽ അവഗണന നേരിടുന്ന വലിയ വിഭാഗം ഇന്ത്യയിലുണ്ടെന്നും ബഹുഭൂരിപക്ഷം വരുന്ന പിന്നോക്ക ദളിത് വിഭാഗത്തിന്റെ അവസ്ഥാ വിവരങ്ങൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണെന്നും MV ശ്രേയാംസ് കുമാർ പറഞ്ഞു. ശ്രീനാരായണ ഗുരുധർമ്മ ട്രസ്റ്റ് ചെയർമാൻ PK സുധീഷ് ബാബു അധ്യക്ഷത വഹിച്ചു. ദേശീയ ജുഡീഷ്യൽ അക്കാദമി മുൻ ഡയറക്ടർ പ്രൊഫസർ G മോഹൻ ഗോപാൽ, ഡോക്ടർ അമൽ C രാജ, സുദേശ് M രഘു എന്നിവർ പ്രഭാഷണം നടത്തി. ട്രസ്റ്റ് സെക്രട്ടറി PK സാബു, ജോയിന്റ് സെക്രട്ടറി VS കർണൽ സിംഗ് എന്നിവർ പങ്കെടുത്തു. മതിലകം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ നിർമ്മിച്ച ആധുനിക നീന്തൽ പരിശീലന കേന്ദ്രം ഞായറാഴ്ച നാടിന് സമർപ്പിക്കും. പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥതയിൽ നീന്തൽ പരിശീലന കേന്ദ്രങ്ങൾ ഉണ്ടാക്കുക എന്ന ദീർഘവീക്ഷണത്തിൽ നിന്നാണ് മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പെരിഞ്ഞനം പഞ്ചായത്തിലെ 15ാം വാർഡിൽ നീന്തൽ പരിശീലന കേന്ദ്രം നിർമ്മിച്ചിരിക്കുന്നത്. മുൻ കയ്പമംഗലം MLA VS സുനിൽകുമാറിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 61.5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നീന്തൽ പരിശീലന കേന്ദ്രത്തിന്റെ പ്രാരംഭഘട്ടം പൊതുമേഖലാ സ്ഥാപനമായ സിൽക്ക് പൂർത്തിയാക്കിയത്. തുടർന്ന് ബ്ലോക്ക് പഞ്ചായത്തിന്റെ വിവിധ പദ്ധതി വിഹിതങ്ങൾ ഉപയോഗിച്ച് പദ്ധതി പൂർത്തിയാക്കി. രണ്ടാം ഘട്ട പ്രവർത്തനങ്ങളുടെ ഭാഗമായി 60.9 ലക്ഷം രൂപ ചെലവഴിച്ച് നീന്തൽ പരിശീലന കേന്ദ്രത്തിന് അനുയോജ്യമായ ആധുനിക രീതിയിലുള്ള മേൽക്കൂരയും പരിശീലന കേന്ദ്രത്തിന്റെ ജലസ്രോതസ്സായ കുളം അരികുവെട്ടിയും സ്റ്റീൽ കൈവരികൾ നിർമ്മിച്ചും നവീകരിച്ചു. നീന്തൽ പരിശീലന കേന്ദ്രത്തിന് ചുറ്റും ടൈൽ വിരിക്കുകയും ഭദ്രമായ ചുറ്റുമതിൽ, ഡ്രൈനേജ് എന്നിവയും നിർമ്മിച്ചു. 20 മീറ്റർ നീളവും 10 മീറ്റർ വീതിയും 1.35 മീറ്റർ ആഴവുമുള്ള ആധുനിക രീതിയിൽ നിർമ്മിച്ച നീന്തൽ പരിശീലന കേന്ദ്രത്തിൽ ഓസോൺ ജനറേറ്റർ, വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ്, ഡ്രസ്സിംഗ് റൂം, ശൗചാലയം, യാർഡ് ലൈറ്റിംഗ് എന്നിവയും ജീവൻ രക്ഷാ ഉപകരണങ്ങളായ ലൈഫ് ജാക്കറ്റ്, ലൈഫ് ബോയ് എന്നിവയും സജ്ജീകരിച്ചിട്ടുണ്ട്. 2 ഘട്ടങ്ങളിലായി ആകെ 1,23 ലക്ഷം രൂപയാണ് ചിലവഴിച്ചിരിക്കുന്നത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ സമൂഹത്തിന്റെ സമസ്ത വിഭാഗത്തിലും ഉൾപ്പെട്ടവരെ ശാസ്ത്രീയമായ നീന്തൽ സ്വായത്തമാക്കുന്നതിനാണ് പദ്ധതിയിലൂടെ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് ലക്ഷ്യമിടുന്നതെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ പറഞ്ഞു. മതിലകം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഒരു സ്വപ്ന പദ്ധതിയാണ് നമ്മുടെ പ്രദേശത്തുള്ള സ്ത്രീകളും കുട്ടികൾക്കും മറ്റു ജനവിഭാഗങ്ങൾക്കും നീന്തൽ പരിശീലിക്കാനുള്ളൊരു സംവിധാനം ഒരുക്കുക എന്നുള്ളത്. ബ്ലോക്ക് പഞ്ചായത്തിനാണെന്നുണ്ടെങ്കിൽ നീന്തൽ പരിശീലന കേന്ദ്രം ജില്ലാ സ്പോർട്സ് കൗൺസിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ നടത്താനുള്ള അംഗീകാരവും സഹായവും സ്പോർട്സ് കൗൺസിലിൻ്റെ ആയിട്ടുണ്ട്. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി KA ഹഫ്സൽ, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി K മധുരാജ്, GEO ആറ്റ്ലി ഉസ്മാൻ, ക്ലർക്ക് TC രഘു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. TCV കയ്പമംഗലം. കടങ്ങോട് പഞ്ചായത്തിലെ 2ാം വാർഡ് ചിറമനേങ്ങാട് കണലിപ്പാറയിൽ ജിയോളജി വകുപ്പിന്റെ അനുമതിയില്ലാതെ ഖനനം നടത്തിയ ഭൂ ഉടമയ്ക്കെതിരെ നടപടിയെടുക്കണമെന്ന് ഇടം സാംസ്കാരിക വേദി ആവശ്യപ്പെട്ടു. സ്ഥലം സന്ദർശിച്ചതിന് ശേഷം പ്രതികരിക്കുകയായിരുന്നു ഭാരവാഹികൾ. ഉടമയിൽ നിന്ന് പിഴ ഈടാക്കി പ്രോസിക്യൂഷൻ നടപടിയെടുക്കണം. ജനവാസ കേന്ദ്രമായി ഇവിടെ സ്ഫോടക വസ്തു ശേഖരിക്കുന്നതിനുള്ള ഗോഡൌൺ തുടങ്ങുന്നതിനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. ഇടം സാംസ്കാരിക വേദി പ്രസിഡന്റ് പ്രീതി രാജേഷ്, സെക്രട്ടറി KP ജയൻ, നാരായണൻ കോടനാട്, K വിജയൻ, NS സത്യൻ, EK മിനി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് സ്ഥലം സന്ദർശിച്ചത്.
ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പദയാത്രയ്ക്ക് തിരുവല്ലാമലയിൽ നിന്നും തുടക്കമായി. മുതിർന്ന കോൺഗ്രസ് നേതാവ് വേണുഗോപാല മേനോൻ പദയാത്ര ഉദ്ഘാടനം ചെയ്തു. തിരുവല്ലാമല കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അശോകൻ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ ടി.എം. കൃഷ്ണൻ, പി. സുലൈമാൻ, ടി.എ. രാധാകൃഷ്ണൻ, പി.കെ. മുരളീധരൻ തുടങ്ങിയവർ പങ്കെടുത്തു. സെപ്റ്റിക് മാലിന്യം റോഡരികിൽ തള്ളാനെത്തിയ വാഹനവും ഡ്രൈവറെയും പോലീസ് പിടികൂടി. ചാവക്കാട് സ്വദേശി റഷീദിനെയാണ് ചെറുതുരുത്തി പോലീസ് പിടികൂടിയത്. കലാമണ്ഡലത്തിന് സമീപം മാലിന്യം തള്ളാൻ ശ്രമിക്കുന്നതിനിടെ നാട്ടുകാർ പോലീസിൽ വിവരമറിയിക്കുകയും വാഹനവുമായി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ പോലീസ് അതിസാഹസികമായി പിടികൂടുകയുമായിരുന്നു. കൊടകര പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയുടെ ഭാഗമായി കൌമാരക്കാരായ കുട്ടികൾക്ക് വേണ്ടി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോയ് നെല്ലിശ്ശേരി അധ്യക്ഷത വഹിച്ചു. ICDS കൊടകര അഡീഷണൽ CDPO ഷീബ L. നാലപ്പാട്ട്, തോമസ് വിൽസൺ, VS വന്ദന എന്നിവർ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച മലയാളത്തിലെ ആദ്യത്തെ സംഗീത ആൽബം പുറത്തിറക്കി. സൂപ്പർ ഹീറോ എന്ന പേരിൽ ഡാവിഞ്ചി സുരേഷാണ് ആൽബം ഒരുക്കിയിരിക്കുന്നത്. പാട്ടും മിമിക്രിയും ഡാൻസും സാങ്കേതിക വിദ്യയും കോർത്തിണക്കി ഓരോരുത്തരുടെയും ജീവിതത്തിൽ അവനവൻ തന്നെയാണ് ഹീറോ എന്ന് പറഞ്ഞു വെക്കുകയാണ് ഈ കുഞ്ഞ് ആൽബം. ഡാവിഞ്ചി സുരേഷിന്റെ വരികൾക്ക് അരുൺ പ്രസാദ് ഓർക്കസ്ട്രേഷൻ ചെയ്ത് ഗാനം പാടിയിരിക്കുന്നതും ശബ്ദാനുകരണം നൽകിയിരിക്കുന്നതും മിമിക്രി താരം നിസാം കോഴിക്കോടാണ്. ദുബായിൽ വർക്ക് ചെയ്യുന്ന കണ്ണൂർ സ്വദേശിയായ അനസ് ക്രിയേറ്റ് ചെയ്ത AI വിഷ്വലുകളാണ് ഗാനദൃശ്യങ്ങൾക്കിടയിൽ പരീക്ഷണാർത്ഥം ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. നമ്മളെപ്പോലെ നമ്മൾ മാത്രമേ ഉള്ളൂ ഈ ലോകത്ത്. മറ്റുള്ളവരെ പോലെ നമ്മളാകാൻ ശ്രമിക്കുന്നതിന് മുൻപ് നമ്മളാകുന്നതല്ലേ നല്ലത്. ഈ ഒരു ആശയമാണ് ഈ ഒരു ആൽബത്തിലൂടെ നമ്മൾ പറയുന്നത്. അതിന് പ്രത്യേകമായിട്ട് നമ്മളൊരു AI സാങ്കേതിക വിദ്യ ഇതിനുവേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. മലയാളത്തിൽ ഇതുവരെ നമ്മളങ്ങനെ സെർച്ച് ചെയ്തിട്ട് നമുക്ക് കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു AI ഉപയോഗിച്ചിട്ടുള്ള ആൽബം. സിംബാദ് ക്യാമറയും എഡിറ്റിംഗ് മെൻഡസ് ആന്റണിയുമാണ് നിർവഹിച്ചത്. കൊറിയോഗ്രാഫി DJ ഡാൻസ് അക്കാദമിയും മേക്കപ്പ് ബാബുലാലുമാണ് അണിയിച്ചൊരുക്കിയത്. സൗഹൃദ കൂട്ടായ്മയിൽ പിറന്ന ഇതിന്റെ ഗാനരംഗങ്ങൾ അതിരപ്പള്ളിയിലെ കസറിയോ റിസോർട്ടിലാണ് ചിത്രീകരിച്ചത്. എന്റെ സ്വപ്നങ്ങളും എന്റെ മോഹങ്ങളും വെള്ളിത്തിരയിലെ പൊൻതാരമാ. TCV കയ്പമംഗലം. ക്യാമ്പസുകളിലെ ഇടതുപക്ഷ ഭീകരതയ്ക്കെതിരെ ABVP ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു. ABVP സംസ്ഥാന സെക്രട്ടറി EU ഈശ്വരപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി S. അക്ഷയ് അധ്യക്ഷത വഹിച്ചു. ABVP സംസ്ഥാന സമിതി അംഗം യദു കൃഷ്ണ, ജില്ലാ സമിതി അംഗം PM ആദർശ്, നഗരസമിതി അംഗം C. അമിഷ തുടങ്ങിയവർ സംസാരിച്ചു. കരൾ മാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയരായവരുടെയും കരൾ ദാതാക്കളുടെയും ക്ഷേമം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ലിവർ ഫൗണ്ടേഷൻ ഓഫ് കേരളയുടെ ജില്ലാ സമ്മേളനവും കുടുംബസംഗമവും തൃശൂരിൽ സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. ലിവർ ഫൗണ്ടേഷൻ ഓഫ് കേരള ജില്ലാ പ്രസിഡന്റ് PK രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. P. ബാലചന്ദ്രൻ MLA, ഫൗണ്ടേഷൻ സംസ്ഥാന പ്രസിഡന്റ് മനോജ് കുമാർ, സംസ്ഥാന ട്രഷറർ ബാബു കുരുവിള, ജില്ലാ സെക്രട്ടറി ജിതേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ചൂലൂര് മഹല് ജമാഅത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ദാറുൽ ഇഹ്സാൻ ഇസ്ലാമിക് അക്കാദമി 11ാം വാർഷികം മഹല് ഖത്തീബ് മുഹമ്മദ് മുസ്തഫ ദാരിമി ഉദ്ഘാടനം ചെയ്തു. സ്വാഗത സംഘം ചെയർമാൻ VA ഇസ്മായിൽ അധ്യക്ഷത വഹിച്ചു. സമസ്ത കേന്ദ്ര മുഷാവറ അംഗം PM അബ്ദുൽ സലാം ബാഗവി വടക്കേക്കാട് സനദ് ദാനം നിർവഹിച്ചു. മഹല് പ്രസിഡന്റ് KV മുഹമ്മദ് ഹാജി, ഇൻഷാദ് വലിയകത്ത്, ഷഫീഖ് കണ്ണങ്കില്ലത്ത്, മഹല് ജോയിന്റ് സെക്രട്ടറി സലീം പോക്കാക്കില്ലത്ത്, വൈസ് പ്രസിഡന്റ് ഷാജി കണ്ണങ്കില്ലത്ത് തുടങ്ങിയവർ സംസാരിച്ചു. കോട്ടപ്പുറം കിഡ്സിന്റെ ആഭിമുഖ്യത്തിൽ ലോക വനിതാ ദിനം ആചരിച്ചു. ചലച്ചിത്ര താരം നിഷ സാരംഗ് ഉദ്ഘാടനം ചെയ്തു. കോട്ടപ്പുറം ബിഷപ്പ് ഡോക്ടർ ആംബ്രോസ് പുത്തൻവീട്ടിൽ അധ്യക്ഷത വഹിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത, KSBC DC ജനറൽ മാനേജർ ജതിൻ, വാഹിദ ബീഗം എന്നിവർ വായ്പാ വിതരണം നിർവഹിച്ചു. കൊടുങ്ങല്ലൂർ ശൃംഗപുരം GLPS
BH സ്കൂളിൽ വാർഷികാഘോഷവും പ്രീ സ്കൂൾ വർണ്ണകൂടാരം നിർമ്മാണ ഉദ്ഘാടനവും നടന്നു. VR സുനിൽകുമാർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് BS ദിനൽ പ്രതിഭകളെ ആദരിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KS കൈസാബ്, റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് T രാജൻ, തങ്കരാജ് ആനാപ്പുഴ, ബിജോയ് കിഷോർ, ഹെഡ് മിസ്ട്രസ് TR സെൽവി, TS രാജശ്രീ തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ നവീകരിക്കുന്ന പുതിയ താലൂക്ക് ആശുപത്രി കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം ചൊവ്വാഴ്ച രാവിലെ നഗരസഭാ ടൗൺ ഹാളിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിർവഹിക്കുമെന്ന് SC മൊയ്തീൻ MLA വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാന സർക്കാരിന്റെ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് 7 നില കെട്ടിടമാണ് പുതിയ താലൂക്ക് ആശുപത്രിയായി നിർമ്മിക്കുക. പഴയ കെട്ടിടങ്ങൾ പൂർണ്ണമായി ഇതിനായി പൊളിച്ചു മാറ്റിയിട്ടുണ്ട്. മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്ക് നിർമ്മാണ പ്രവൃത്തി 2 വർഷം കൊണ്ട് പൂർത്തീകരിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും MLA പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, വികസനകാര്യ സമിതി അധ്യക്ഷൻ PM സുരേഷ്, ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ T സോമശേഖരൻ, പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷ പ്രിയ സജീഷ്, താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ AV മണികണ്ഠൻ തുടങ്ങിയവർ പങ്കെടുത്തു. 27 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കായിക അധ്യാപകൻ മുഹമ്മദ് ഹനീഫയെ കായിക വിദ്യാർത്ഥികൾ ഒത്തുചേർന്ന് ആദരിച്ചു. 1997 സർവീസിൽ പ്രവേശിച്ച ഹനീഫ 2024 വരെയുള്ള കാലഘട്ടത്തിൽ നിരവധി ദേശീയ അന്തർദേശീയ കായിക താരങ്ങളെ വളർത്തിയെടുത്തിട്ടുണ്ട്. സ്കൂൾ ഗ്രൗണ്ട് പരിസരത്ത് നിന്ന് വാദ്യമേളത്തിന്റെ അകമ്പടിയോടെ ഹനീഫയെ സ്കൂളിലേക്ക് ആനയിച്ചു. തുടർന്ന് കായിക ജ്വാല എന്ന പേരിൽ നടത്തിയ ആദരവ് സദസ്സ് തൃശൂർ ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് KR സാംബശിവൻ ഉദ്ഘാടനം ചെയ്തു. കായിക ജ്വാല ചെയർമാൻ PK ഷിജു അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ ഹനീഫയെ പൊന്നാടയണിയിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ ഉപഹാരം സമർപ്പിച്ചു. മുൻ കായിക അധ്യാപകരായ ഹെൻറി, K ശങ്കരൻകുട്ടി, ഫ്രാൻസിസ്, പങ്കജം എന്നിവരെയും സ്കൂളിൽ ഉച്ചഭക്ഷണം പാചകം ചെയ്യുന്ന ചന്ദ്രിക, അമലു എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. വെളിക്കുളങ്ങര ശാസ്താംപൂവം ആദിവാസി കോളനിയിൽ നിന്ന് കാണാതായ കുട്ടികളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. അരുൺകുമാർ, സജിക്കുട്ടൻ എന്നിവരാണ് മരിച്ചത്. കോളനിക്ക് സമീപത്തെ വന അതിർത്തിയിൽ നിന്നാണ് കുട്ടികളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. തൃശൂരിൽ അങ്കത്തട്ടുണർത്തി UDF സ്ഥാനാർത്ഥി K മുരളീധരനും മണ്ഡലത്തിൽ. ജന്മനാട്ടിലെത്തിയ മുരളീധരന് ആവേശോജ്വല സ്വീകരണം നൽകി പ്രവർത്തകർ. ശിവരാത്രിയോടനുബന്ധിച്ച് നടന്ന പിതൃതർപ്പണത്തിന് ജില്ലയിലെ വിവിധ സ്നാനഘട്ടങ്ങളിൽ വൻ തിരക്ക്. ആറാട്ടുപുഴ മന്ദാരംകടവിൽ നടന്ന പിതൃതർപ്പണത്തിന് ആയിരങ്ങളെത്തി. സംസ്ഥാനത്ത് തുടർച്ചയായ 5-ാം ദിവസവും സ്വർണ്ണവില ഉയർന്നു. ഗ്രാമിന് 50 രൂപ കൂടി 6075 രൂപയായി. മള അറപ്പാക്കുളം ശോചനീയാവസ്ഥയിൽ. കുളത്തിന്റെ ആഴം വർദ്ധിപ്പിച്ച് സംരക്ഷിക്കണമെന്ന് നാട്ടുകാർ. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.